ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കർത്താവ് തൻ്റെ വചനത്തിലൂടെ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അനേകരുടെ വ്യക്തിപരമായ അനുഭവം എന്ന് പറയാവുന്ന ഒരു കാര്യം, പ്രാർത്ഥിക്കുന്നവരെ ദൈവം തെണ്ടാൻ അനുവദിക്കത്തില്ല. നമ്മൾ ആരുടെയെങ്കിലും കാല് പിടിച്ച് നടക്കേണ്ട ഒരു ഗതികേട് കർത്താവ് വരുത്തത്തില്ല. നല്ല പ്രാർത്ഥനയുള്ള വ്യക്തികളാണ് നമ്മളെങ്കിൽ. എനിക്കത് അനുഭവമുണ്ട്. എനിക്ക് ഒരാൾ വന്നിട്ട്, വെച്ചാൽ എനിക്ക് ഒരു പെർമിഷൻ തരുവാണെങ്കിൽ നിത്യാരാധന കപ്പേളയുടെ പെയിൻറ്റ് ഞാനൊന്ന് അടുപ്പിച്ചോളാം. അതിൻ്റെ പുറമേ എല്ലാം ഈ പായലൊക്കെ പിടിച്ച് ഷാബിയായിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങളത് പെയിൻറ്റ് ചെയ്യുന്ന കാര്യം ചിന്തിച്ചതാണ്, പക്ഷേ ആ ഒരു തുക ഉടനെ എടുക്കാൻ ഇല്ലാഞ്ഞതുകൊണ്ടാണ് അതങ്ങനെ കടന്നത്. ഈ മനുഷ്യൻ പള്ളിക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നീ നിൻ്റെ വീടിന് പെയിൻ്റ് അടിച്ചു, വീട് റെനോവേറ്റ് ചെയ്തു, എൻ്റെ ആലയം കിടക്കുന്നത് കണ്ടില്ലേ? അത് ആ മനുഷ്യനെ സ്പർശിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം വന്ന് ആവശ്യപ്പെട്ടത്. അതിനുശേഷം നിത്യാരാധന കപ്പേളയല്ല, അതിനേക്കാൾ കൂടുതൽ ഏരിയ അദ്ദേഹം പെയിൻ്റ് അടിച്ച് എല്ലാം ക്ലീനാക്കി. എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട്. ഇങ്ങനെ ഒരു കാര്യം കർത്താവ് ആ മനുഷ്യനോട് പറഞ്ഞതുകൊണ്ടാണ് അനേകരുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥിച്ചവരുടെ ഒരാവശ്യം കർത്താവ് നിറവേറ്റി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്തതാണ്. കാരിസോൻ്റെ പന്തൽ ഒരിക്കൽ മണ്ണായിരുന്നു, താഴെയല്ല, മണ്ണിട്ടിരിക്കുക. അതിൻ്റെ മുകളിൽ പേപ്പറൊക്കെ ഇട്ടിരുന്നാണ് വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇനി ഒരു വ്യക്തിക്ക്, അവർക്ക് വിദേശത്ത് പോകാനായിട്ട് ദൈവം വളരെ അത്ഭുതകരമായിട്ട് അനുഗ്രഹം കൊടുത്തു. അതുകൊണ്ട് അവിടെ ചെന്ന് നല്ല ജോലിയൊക്കെ കിട്ടി. അവരെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ജോലിയും ശമ്പളവും. അതുകൊണ്ട് അവർ ചോദിച്ചൊരു കാര്യം, ഞങ്ങൾ വേണമെങ്കിൽ സിമെൻറ്റ് ഇട്ടോട്ടെ, ആ സിമെൻറ്റ് ഇടുന്നത് സ്പോൺസർ ചെയ്തോട്ടെ. ഒരു കുഴപ്പമില്ല, നല്ല കാര്യം, ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിക്കുന്നതല്ലേ. ഇനി അങ്ങനെ അവർ മുൻകൈയെടുത്താണ് ആ മണ്ണൊക്കെ മാറി അവിടെ സിമെൻറ്റ് ഫ്ലോറായത്. ഇനിയിപ്പോൾ അതിനേക്കാൾ ടൈൽസും കാര്യങ്ങളൊക്കെ ആയി. ഇനി ഇവിടെയെല്ലാം ഒരു കാര്യം വ്യക്തമാണ്, നമ്മളിരുന്ന് പ്രാർത്ഥിച്ചാൽ നമ്മൾ ആരുടെയും പുറകെ പോയി തെണ്ടേണ്ടി വരത്തില്ല. സഹായിക്കാൻ ജനത്തെ നമ്മുടെ പക്കലേക്ക് ദൈവം കൊണ്ടുവരും. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തേത്, ദൈവം പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കണം. എന്ത് കാര്യത്തിനും നമ്മൾ പ്രാർത്ഥിക്കണം. മത്തായി 7:7 ചോദിക്കുന്നവർക്ക് ലഭിക്കും. പ്രഭാഷകൻ 38:9 നീ രോഗം വരുമ്പോൾ ഉദാസീനത കാണിക്കരുത്, ദൈവത്തോട് പ്രാർത്ഥിക്കണം, അപ്പോൾ നിനക്ക് സൗഖ്യം ലഭിക്കും. സങ്കീർത്തനം 50:15 നിനക്ക് കഷ്ടതയും ദുരിതങ്ങളും വരുമ്പോൾ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക, കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് നിന്നെ സഹായിക്കും. അത് നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം, എങ്ങനെ പ്രാർത്ഥിക്കണം? പിതാവായ ദൈവത്തോട് യേശുക്രിസ്തുവിലൂടെ പ്രാർത്ഥിക്കണം. അതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. പിതാവിനെ മാനിക്കണം, യേശുക്രിസ്തുവിനെ മാനിക്കണം, അത് നല്ല പ്രാർത്ഥനയായിട്ട് മാറും. ഇത് യോഹന്നാൻ 14:13-14 വചനങ്ങൾ, 16-ാം അധ്യായത്തിൻ്റെ 23-24 വചനങ്ങൾ, അവിടെയെല്ലാം പറഞ്ഞിരിക്കുന്നത് യേശുവിലൂടെ പിതാവിനോടുള്ള പ്രാർത്ഥന, അതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ഹൃദയപൂർവ്വം ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. ചുമ്മാ കുറേ സമയം പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെച്ചെന്ന് പറഞ്ഞാൽ പോരാ, കുറേ പ്രാർത്ഥനാ പുസ്തകങ്ങൾ നമ്മൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹൃദയപൂർവ്വം ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. മത്തായി 5:23 നമ്മൾ കാണുന്നുണ്ട്, നീ കാഴ്ചയർപ്പിക്കാൻ വരുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെങ്കിൽ പോലും അവരുമായിട്ട് രമ്യതപ്പെടണം. ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന ഫലമണിയുന്നത് എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. ജോബ് 42:10 മുതൽ വായിച്ചാൽ ജോബിനെ പരിഹസിച്ച വ്യക്തികളുണ്ടായിരുന്നു, മനസ്സിലാക്കാതിരുന്ന വ്യക്തികളുണ്ടായിരുന്നു. ഒരുപാട് ദുരിതങ്ങളും ക്ലേശങ്ങളും വന്നു. അവൻ ദൈവത്തെ പഴിച്ചില്ല, മനുഷ്യരെ പഴിച്ചില്ല. അവരോടെല്ലാം ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയത്ത് അവൻ്റെ ഐശ്വര്യം ദൈവം പുനഃസ്ഥാപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മുടെ നിലവിളി ദൈവം കേൾക്കും, പൊള്ളയായ നിലവിളി ദൈവം കേൾക്കത്തില്ല. ചുമ്മാ കുറേ ഒച്ചയും ബഹളവും വെച്ച് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രാർത്ഥിക്കേണ്ടതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം. മത്തായി 15:8-9 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നിൻ്റെ ഹൃദയം എവിടെ? നീ അധരങ്ങൾ കൊണ്ട് കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്, ഹൃദയ സാന്നിധ്യമില്ലാതെ. ഹൃദയ സാന്നിധ്യം ഉണ്ടാകട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ നിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തും. ജോബ് 35:13 എടുത്താലോ, പൊള്ളയായ നിലവിളി കർത്താവ് കേൾക്കത്തില്ല. പൊള്ളയായ നിലവിളി. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നുയരുന്ന ജീവിതം നേരെയാക്കിക്കൊണ്ട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥന അത് സ്വർഗത്തിലെത്തും. അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, പ്രാർത്ഥന നല്ലതാകാൻ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രാർത്ഥന നല്ലതാക്കാൻ ഒരു തോബിത്തിൻ്റെ പുസ്തകം 12:8 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രാർത്ഥനയോടൊപ്പം ചേർത്ത് പിടിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉപവാസം, നീതി, ദാനധർമ്മം, ഇവയോട് ചേർത്തുള്ള പ്രാർത്ഥന നല്ല പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തും, അത് ഫലമണിയും. ഇക്കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അത് അനുദിനം ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ.
കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.